ഹായ് വെൽക്കം ടു മാറ്റ്കം. നമ്മൾ ഇന്ന് പുതിയൊരു ലെക്ചർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് KTU സെമസ്റ്റർ 2 അല്ലെ സെമസ്റ്റർ 1 കെമിസ്ട്രിയിലെ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം കുറേ ആളുകൾ S2 കെമിസ്ട്രി അല്ലെങ്കിൽ S1 കെമിസ്ട്രി വല്ലാണ്ട് അരിയർ കിട്ടുന്നവരുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാത്തതുണ്ട്, ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് ഉദ്ദേശിച്ചോടെയാണ് നമ്മൾ ഈ ലെക്ചർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ അതിനകത്ത് 5 മൊഡ്യൂളാണുള്ളത്. അതിനകത്ത് 5ാമത്തെ മൊഡ്യൂളാണ് കമ്പാരിറ്റീവ്ലി ഈസി, അതായത് വാട്ടർ ടെക്നോളജി ആൻഡ് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഹാർഡ്നെസിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരു 2-3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യാനുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നു. അപ്പൊ നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം എടുത്താൽ, ഇഫ് യു ടേക്കിംഗ് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടറിലെ ഹാർഡ്നെസിനെ പറ്റി എടുക്കുമ്പോൾ 2 തരത്തിൽ ഹാർഡ്നെസ് ഉണ്ടാവാം. ഒന്നെന്ന് പറയുന്നത് പെർമനന്റ് ഹാർഡ്നെസ്, മറ്റൊന്ന് പറയുന്നത് ടെമ്പററി ഹാർഡ്നെസ്. പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം എന്ന് പറയുന്നത് ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽസ്യം, മഗ്നീഷ്യം, അയൺ, അലുമിനിയം എക്സെട്ര. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCO3-, ദിസ് ഇസ് കോൾഡ് ബൈകാർബണേറ്റ്. ഇതിനെ ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് വിളിക്കാറുണ്ട്. ദെൻ പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം ഒന്ന് ക്ലോറൈഡ് ആവാം, അല്ലെങ്കിൽ സൾഫേറ്റ് മീൻസ് SO4 2-. നമ്മൾ ഹാർഡ്നെസ് കണ്ടുപിടിക്കുമ്പോൾ ഹാർഡ്നെസ്സിന്റെ ബേസിക്കലി നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നീ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ സാമ്പിൾ കണ്ടെയ്നിങ് ഫോളോയിങ് സാൾട്ട്. കാൽസ്യം സൾഫേറ്റ് ഈസ് ഗിവൺ ഇൻ 16.2 mg/L. Magnesium bicarbonate is 1.4 mg/L. Magnesium chloride is 9.5 mg/L. സോ എല്ലാം ഡിഫറെന്റ് സബ്സ്റ്റൻസുകളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഹാർഡ്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ തന്നിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ ഹാർഡ്നെസ്സിനെ കാൽസ്യം കാർബണേറ്റിന്റെ ഇക്വലന്റ് ഹാർഡ്നെസ്സിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. കാൽസ്യം കാർബണേറ്റിന്റെ ഇക്വലന്റ് ഹാർഡ്നെസ്സിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് കാൽസ്യത്തിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 40, കാൽസ്യം 40, കാർബൺ എന്ന് പറയുന്നത് 12, പ്ലസ് ഒരു ഓക്സിജന്റെ എന്ന് പറയുന്നത് 16. അപ്പൊ 3 ഓക്സിജൻ ഉണ്ട്, അപ്പൊ 16 × 3. സോ മൊത്തം കൂട്ടുമ്പോൾ 40 + 12 + 48 = 100 grams/mol ആണ് മോളിക്കുലർ വെയിറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാൽസ്യം കാർബണേറ്റിന്റെ ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് Ca2+ അയോൺ 2+ ചാർജിൽ വാലൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് അതിന്റെ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയുന്നത് 100 / 2 50 grams/mol ആയിരിക്കും. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് നമ്മൾ കാൽസ്യം കാർബണേറ്റിന്റെ ഇക്വലന്റ് ഹാർഡ്നെസ് ആയിട്ട് തന്നിരിക്കുന്ന സാമ്പിളുകളുടെ ഹാർഡ്നെസ്സിനെ കാൽക്കുലേറ്റ് ചെയ്തത്. Then അതിന് വേറൊരു റീസൺ കൂടിയുണ്ട്. വാട്ടർ ട്രീറ്റ്മെന്റ്, ഫോർ എക്സാമ്പിൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സിനകത്ത് ഏറ്റവും ഇൻസോലിബിൾ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു സാധനമാണ് കാൽസ്യം കാർബണേറ്റ്. ഫോർ എക്സാമ്പിൾ വാട്ടർ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ഇൻസോലിബിൾ ആയിട്ട് റിമൂവ് ചെയ്യപ്പെടുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഈ 3 റീസൺ കൊണ്ടാണ് നമ്മൾ കാൽസ്യം കാർബണേറ്റിന്റെ ടേംസിലേക്ക് നമ്മൾ ഇക്വലന്റ് ഹാർഡ്നെസ്സിനെ തന്നിരിക്കുന്ന സാമ്പിളുകളുടെ ഹാർഡ്നെസ്സിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പൊ എങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കാൽസ്യം കാർബണേറ്റ് equivalent hardness equal to mass of അല്ലെങ്കിൽ weight of HPS means hardness producing substrate. നമ്മളിപ്പോൾ കാൽസ്യം സൾഫേറ്റ് എടുത്താൽ കാൽസ്യം സൾഫേറ്റിന്റെ മാസ് ഇൻറ്റു equivalent weight of calcium carbonate divided by equivalent weight of ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. നമുക്ക് എന്താ പറയുക, ഇക്വലന്റ് വെയിറ്റിന്റെ ടേംസിൽ എഴുതണമെന്നില്ല, നമുക്ക് മോളിക്കുലർ വെയിറ്റിന്റെ ടേംസിൽ വേണമെങ്കിൽ എഴുതാം. കാരണം മോളിക്കുലർ വെയിറ്റ് ആകുമ്പോൾ 100 ആകുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യുന്നപ്പോൾ, അതായത് കാൽസ്യം കാർബണേറ്റ് ഇക്വിവാലന്റ് ഹാർഡ്നെസ് ഈക്വൽ ടു മാസ് ഓഫ് hardness producing substance into molecular weight of
molecular weight of calcium carbonate divided by molecular weight of hardness producing substance. Molecular weight of hardness producing substance. Okay. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തെ എങ്ങനെ നമുക്ക് ഇതിനകത്ത് അപ്രോച്ച് ചെയ്യാനാണ് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാൽസ്യം സൾഫേറ്റ് ഉണ്ട്. കാൽസ്യം സൾഫേറ്റ് 16.2 മില്ലിഗ്രാം പെർ ലിറ്റർ. മഗ്നീഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് 1.4 milligram per liter. Magnesium chloride 9.5 milligram per liter. ഇത്രയും നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് തന്നിട്ടുണ്ട്. നമുക്കറിയാം സൾഫേറ്റ് എന്ന് പറയുന്നതും ക്ലോറൈഡ്സ് എന്ന് പറയുന്ന പെർമനന്റ് ഹാർഡ്നെസിന് കാരണമാണ്. പെർമനന്റ് ഹാർഡ്നെസ് is due to chlorides and sulfates of calcium, magnesium, iron and aluminum. So this is permanent hardness. Bicarbonate is basically because of the temporary hardness. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സാമ്പിളിന്റെ ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ സബ്സ്റ്റൻസിന്റെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാം. സോ ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ദ മോളിക്കുലർ വെയിറ്റ്, നമ്മൾ കാൽസ്യം സൾഫേറ്റിന്റെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിച്ച എത്ര വരും? കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതൊന്ന് അറിഞ്ഞിരിക്കണം. കാൽസ്യത്തിന്റെ മോളിക്കുലർ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് 40, സൾഫർ എന്ന് പറയുന്നത് 32, ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1, കാർബൺ എന്ന് പറയുന്നത് 12, ഓക്സിജൻ എന്ന് പറയുന്നത് 16, ക്ലോറിൻ എന്ന് പറയുന്നത് 35.5. ഈ വാല്യൂസ് നമ്മൾ അറിയണം. ഈ വാല്യൂസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ കാൽസ്യം സൾഫേറ്റ് എടുക്കുമ്പോൾ എന്താണ്? ഒരു കാൽസ്യം, ഒരു മോൾ ഓഫ് കാൽസ്യം 40 പ്ലസ് സൾഫറിൻ്റെത് 32 പ്ലസ് 4 ഓക്സിജൻ 4 × 16 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16 × 4 എന്ന് പറയും 84, 46, 24, 64, 40 പ്ലസ് 64 പ്ലസ് 32. സോ that will be equal to 136 grams per mole ആണ് molecular weight of calcium sulfate. In the same way നമ്മൾ magnesium bicarbonate എടുത്താൽ മഗ്നീഷ്യത്തിന്റെ molecular weight എന്ന് പറയുന്നത് magnesium is 24 ആണ്. magnesium 24 ആണ്. 24 പ്ലസ് ഹൈഡ്രജൻ 1, കാർബൺ എന്ന് പറയുന്നത് 12, ഓക്സിജൻ എന്ന് പറയുന്ന 3 എണ്ണം. അപ്പൊ എത്ര വരും? 3 × 16, 16 × 3. എത്ര ടൈം? 2 times multiplied by 2. So what you will get? 24 plus 16 3 48, 48 12 60, 48 12 60, 61, 61 into 2 times, that is equal to 122 plus 24 എന്ന് പറയുന്നത് 146 എന്ന് കിട്ടും. കാരണം ഹൈഡ്രജൻ 1, കാർബൺ 12, ഓക്സിജൻ എന്ന് പറയുന്നത് 3 എണ്ണം, 16 × 3. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 2 തവണ. ഓക്കെ, സോ 146 grams per mole എന്ന് കിട്ടും. നമ്മൾ മഗ്നീഷ്യം ക്ലോറൈഡ് എടുത്താൽ മഗ്നീഷ്യത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 24, ക്ലോറിൻ 2 എണ്ണം, ഒരെണ്ണത്തിന്റെ വെയിറ്റ് 35.5, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 71 പ്ലസ് 24 എന്ന് കിട്ടും. 71 പ്ലസ് 1, 71 പ്ലസ് 4 75, 95 എന്ന് കിട്ടും. You will be getting 95 grams per mole. Understood? Fine. സോ നമ്മളപ്പോൾ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിച്ചു. സോ നമ്മളിപ്പോൾ ഒരു ടേബിൾ ആയിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വി ക്യാൻ റൈറ്റ് കാൽസ്യം സൾഫേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ക്ലോറൈഡ്. നമുക്ക് ക്വാണ്ടിറ്റി തന്നിരിക്കുന്നത് എത്രയാണ്? ക്വാണ്ടിറ്റി തന്നിരിക്കുന്നത്, വെയിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 16.2 milligrams per liter, 1.4 milligrams per liter, 9.5 milligrams per liter. മോളിക്കുലർ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. കാൽസ്യം സൾഫേറ്റിൻ്റെത് 136, മഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ 146, മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് 92. ദാറ്റ് ഈസ് ദി മോളിക്കുലർ വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ക്ലിയർ? നമുക്കിനി എന്ത് വേണം? ദ കാൽസ്യം കാർബണേറ്റ് ഇക്വിവാലന്റ് ഹാർഡ്നെസ്. കാൽസ്യം കാർബണേറ്റ് ഇക്വിവാലന്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു molecular weight of calcium carbonate divided by molecular weight of hardness producing substance. So അപ്പോൾ എന്ത് വരും? ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 16.2, മോളിക്കുലർ വെയിറ്റ് ഓഫ് ഹാർഡ്നെസ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് 100,
ഡിവൈഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് കാർഡ്നസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയും 136. ഇതെന്ത് വരും? ഇത് 1.4 into 100 divided by 146, 9.5 into 100 divided by 95. Since ഇവിടെ നമ്മൾ എടുക്കുന്നത് മില്ലിഗ്രാം പെർ ലിറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് വാല്യൂ എന്ന് പറയുന്നത് പാർട്സ് പെർ മില്യൺ ആയിരിക്കും. അതായത് എത്ര ഒരു സബ്സ്റ്റൻസിനെ മില്യൺ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ എത്ര പാർട്ട് ഉണ്ടാവും. അപ്പൊ നമുക്കിവിടെ ആൻസർ കിട്ടുക പാർട്സ് പെർ മില്യണിലായിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞ് കിട്ടുക. നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഞാൻ കാൽക്കുലേഷൻ കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. യു വിൽ ഗെറ്റ് 11.9 പാർട്സ് പെർ മില്യൺ. ദിസ് വൺ യു വിൽ ഗെറ്റ് 0.97 പാർട്സ് പെർ മില്യൺ. ഇവിടെ നമുക്ക് കിട്ടുന്നത് 10 പാർട്സ് പെർ മില്യൺ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? അപ്പൊ നമ്മൾ നോക്കിയാൽ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്ന ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും കൂടി കൂട്ടുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ ഹാർഡ്നെസ് ഈക്വൽ ടു 11.9 plus 0.97 plus 10. So when you add all these things, you will get 22.87 parts per million. You will get 22.87 parts per million. Then, what is temporary hardness? Temporary hardness എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ആണ്. അപ്പൊ അത് എത്രത്തോളം ഉണ്ട്? 0.97. സോ ദ 0.97 പാർട്സ് പെർ മില്യൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് ടെമ്പററി ഹാർഡ്നെസ്. വാട്ട് ഈസ് ടോട്ടൽ ഹാർഡ്നെസ്? 22.87 minus 0.97, that is equal to 21.9 parts per million. So we have calculated what is the hardness produced by each substance. ഓരോ സബ്സ്റ്റൻസും പ്രൊഡ്യൂസ് ചെയ്ത ഹാർഡ്നെസ്സിനെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ക്ലിയർ? ഫൈൻ. സോ ഇങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ടെമ്പററി ഹാർഡ്നെസ്, പെർമനന്റ് ഹാർഡ്നെസ്, ടോട്ടൽ ഹാർഡ്നെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന് ഡിസ്കഷൻ ആവശ്യമാണെങ്കിലും അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഒരു പ്രോബ്ലം കൂടി അല്ലെങ്കിൽ 2 പ്രോബ്ലം കൂടി ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും സോൾവ് ചെയ്തതാവും. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആസ് വെൽ ആസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ദോസ് ആർ ഇൻട്രസ്റ്റഡ് ടു ലേൺ. നമ്മുടെ ചാനലിൽ വേരിയസ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലേലിസ്റ്റുകൾ ചെക്ക്ഔട്ട് ചെയ്യുക. ക്ലാസ് 10, +1, +2 കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടോപ്പിക്കുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.